ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ പോലീസ് ടെലി കമ്മ്യൂണിക്കേഷൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ വാട്സാപ്പ് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സസ് വന്നിട്ട് ടെലഗ്രാമിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ആയിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 2ൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സിലബസ് വന്നിട്ട് ഇലക്ട്രിക്കൽ, ഫുൾ IT ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ, ഇത്രയും നിങ്ങളുടെ സിലബസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 നമുക്ക് ക്രിച്ച്ഓഫ് ലോസിനെ കുറിച്ചും സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സിനെ കുറിച്ചൊക്കെയാണ് മൊഡ്യൂൾ 2 വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ക്രിച്ച്ഓഫ് ജംഗ്ഷൻ ലോ ഫോളോസ് ദി കൺസർവേഷൻ ഓഫ് ചാർജ്. സെക്കൻഡ് വൺ, ക്രിച്ച്ഓഫ് ലൂപ്പ് ലോ ഫോളോസ് ഫ്രം കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു തിയറിയില്ല ക്രിച്ച്ഓഫ് ലോസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് 1 and 2 കറക്റ്റാണ്. ക്രിച്ച്ഓഫ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ക്രിച്ച്ഓഫ് ക്രിച്ച്ഓഫ് ജംഗ്ഷൻ ലോ ഫോളോസ് ദി കൺസർവേഷൻ ഓഫ് ചാർജും ക്രിച്ച്ഓഫ് ലൂപ്പ് ലോ ഫോളോസ് ദി കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ബോത്ത് 1 and 2 കറക്റ്റാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് I4 ഇൻ ദ ഫോളോയിങ് നോഡ്. ഓക്കെ, ഈ ഒരു നോഡ് എ എന്ന് പറഞ്ഞ നോഡിൽ നമുക്ക് I4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, I4ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നമുക്ക് KCL അപ്ലൈ ചെയ്യാം. പഠിച്ചിട്ടുണ്ട്, സം ഓഫ് ദി ഇൻകമിങ് കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് ദി ഔട്ട് ഗോയിങ് കറണ്ട് ആണ്, അല്ലേ? അകത്തോട്ട് ഇൻകമിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകുന്ന കറണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? മൈനസ് ആയിട്ട് എടുക്കാം. പുറത്തോട്ട് പോകുന്ന കറണ്ട് പ്ലസ് ആയിട്ട് എടുക്കാം. തിരിച്ചെടുത്താലും നമുക്ക് സെയിം തന്നെ വരും. അപ്പോൾ നമുക്ക് നോക്കൂ. അപ്പോൾ ഈ I3 എന്ന് പറഞ്ഞാൽ പുറത്തോട്ടല്ലേ, നമുക്ക് പുറത്തോട്ടാകുമ്പോൾ പ്ലസ്. അപ്പം I3 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ എന്താണ്? I2 പുറത്തോട്ട്, പ്ലസ് I2 പ്ലസ് I5 പുറത്തോട്ട്, മൈനസ് I1 എന്നാണ് അകത്തോട്ടാണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് I1 കൊടുത്തു. അതുപോലെ I4 അകത്തോട്ടാണ്, മൈനസ് I4 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇത് നമുക്ക് I4 എടുക്കാം, അല്ലെങ്കിൽ മൈനസ് I4 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് I4 ആവും. I4 ഈക്വൽ ടു I2 പ്ലസ് I3 പ്ലസ് I5 മൈനസ് I1 എന്ന് കിട്ടും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫിഗർ ഷോൺ ഹിയർ ഈസ് എ ബ്രാഞ്ച് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് വെയർ കറണ്ട് ഈസ് മൂവിങ് ഫ്രം A to B. ഫൈൻഡ് ദ വാല്യൂ ഓഫ് VA മൈനസ് VB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് തന്നിട്ടുണ്ട്, എയിൽ നിന്ന് ബിയിലോട്ട്. എത്ര ആംബിയർ ആണ്? 2 ആംബിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് VA മൈനസ് VB നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് VA മൈനസ് VB കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്രിച്ച്ഓഫ് കറണ്ട് ലോയും പഠിച്ചിട്ടുണ്ട്. ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ ആണ് എന്താണ്? ആൽജിബ്രിക് സം ഓഫ് ഓൾ ദി വോൾട്ടേജസ് അറൗണ്ട് എനി ക്ലോസ് പാത്ത് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് KVL അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് എന്തൊരു വോൾട്ടേജ് VA മൈനസ് VA പ്ലസ് ഡ്രോപ്പ് എടുക്കണം, IR ഡ്രോപ്പ്, മൈനസ് VA പ്ലസ് I × R. I എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അപ്പോൾ 2 × 5 പ്ലസ് ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് 10 വോൾട്ട് മൈനസ് ഇത് മൈനസ് പ്ലസ് അപ്പോൾ മൈനസ് 16 വോൾട്ട് പ്ലസ് ഇവിടുത്തെ ഡ്രോപ്പ് എന്താണ്? കറണ്ട് ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ 2 × ഇവിടുത്തെ 3 Ω, 2 × 3 പ്ലസ് ഇവിടുത്തെ VB ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലൂപ്പിൽ മനസ്സിലായല്ലോ, മൈനസ് VA പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് IR ഡ്രോപ്പ് 2 × 5, 2 എന്ന് പറഞ്ഞാൽ കറണ്ട് I × R 5 പ്ലസ് 10 വോൾട്ട് മൈനസ് 16 വോൾട്ട് പിന്നെ എന്താണ് പ്ലസ് ഇവിടുത്തെ ഡ്രോപ്പ്, അതായത് 3 × 2 ഇവിടുത്തെ ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ്, കറണ്ട് ഓൾറെഡി 2 അല്ലേ ഇതിനകത്ത് വരുന്നത്, പ്ലസ് VB. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇറ്റ് ഈസ് 10 വോൾട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നെറ്റ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് around a closed circuit loop is equal to sum of the potential drop around the loop. This law is what? Kirchhoff's second law. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് an ideal voltage source and ideal current source are connected in series, the combination is ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഒരു ഐഡിയൽ കറണ്ട് സോഴ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹാസ് സെയിം പ്രോപ്പർട്ടീസ് ആസ് ദി കറണ്ട് സോഴ്സ് എലോൺ ആണോ, ഹാസ് സെയിം പ്രോപ്പർട്ടീസ് ആസ് എ വോൾട്ടേജ് സോഴ്സ് എലോൺ ആണോ, ഹാസ് ദ സം പ്രോപ്പർട്ടീസ് ആസ് ദി സോഴ്സ് വിച്ച് ഹാസ് ഹയർ വാല്യൂ ആണോ, റിസൾട്ട് ഇൻ ദ ബ്രാഞ്ച് ബീങ് റിഡൻഡൻ്റ് ആണോ. ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കാം. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതുപോലെ ഐഡിയൽ കറണ്ട് സോഴ്സും ഉണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലുള്ള കേസാണ് വെച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ഹാസ് ദ സെയിം പ്രോപ്പർട്ടീസ് ആസ് എ കറണ്ട് സോഴ്സ് എലോൺ. അല്ല, ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഒരു ഐഡിയൽ കറണ്ട് സോഴ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെയിം പ്രോപ്പർട്ടീസ് ആസ് ഒരു കറണ്ട് സോഴ്സ് ഒറ്റയ്ക്കുള്ള ആ ഒരു സെയിം പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്താണ് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് വെച്ചാൽ? ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അങ്ങനെയും ചോദിക്കാറുണ്ട് എക്സാമിന്. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനാണെങ്കിലോ, ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനകത്ത് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സും കാണും, ഇൻ സീരീസ് വിത്ത് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് R ആയിരിക്കും.
ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫിഗർ വരയ്ക്കാനായി ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഓൺലി ഇറ്റ് ഹാവ് വോൾട്ടേജ്, ഇൻറ്റർണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും, 0 ഇൻറ്റർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് ആണെങ്കിലോ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇവിടെ എന്തും കൂടെ കാണും, ഒരു ഇൻറ്റർണൽ റെസിസ്റ്റൻസ്, ഇവിടെ ഒരു ഇൻറ്റർണൽ റെസിസ്റ്റൻസും കൂടെ കാണും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എടുക്കുകയാണെങ്കിലോ ഐഡിയൽ കറണ്ട് സോഴ്സിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് പാരലായിട്ടും കാണും. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക, ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെയും ആ ഒരു പ്രോപ്പർട്ടീസും കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ 5 ആംപിയർ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഫോർ എ പീരീഡ് ഓഫ് 3 minutes, വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ചാർജ് ട്രാൻസ്ഫേർഡ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരിക്കും 5 ആംപിയർ കറണ്ട്? ഐ തന്നിട്ടുണ്ട്, എത്രയാണ്? 5 ആംപിയർ ആണ്. ടൈം വന്നിട്ടുള്ള 3 minutes ആണ്. അപ്പോൾ നമ്മൾ അതിന് സെക്കൻഡ്സിലോട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ എത്ര വരും? 180 seconds വരും. ദാറ്റ് ഈസ് 3 × 60. അപ്പോൾ എത്ര കിട്ടും? 180 seconds കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ക്യൂ അല്ലേ കണ്ടുപിടിക്കാനുള്ള? ക്യൂ ഈക്വൽ ടു I × T. ഐ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5 × 180 ദാറ്റ് ഈസ് 900 കൂളംബ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സർക്യൂട്ട് ഹൂസ് പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഐദർ ഡയറക്ഷൻ. ഓക്കെ, ഒരു സർക്യൂട്ട് അവൻ്റെ പ്രോപ്പർട്ടീസ് ഐദർ ഡയറക്ഷനും പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയും? യൂണിലാറ്ററൽ ആണോ, ബൈലാറ്ററൽ ആണോ, ഇൻറിവേഴ്സിബിൾ ആണോ, ഇറിവേഴ്സിബിൾ ആണോ, റിവേഴ്സിബിൾ ആണോ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഹൂസ് പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഏതർ ഡയറക്ഷൻ, അങ്ങനെ പറയുന്ന പേര് ഏതാണ്? ഇറ്റ് ഈസ് ബൈലാറ്ററൽ സർക്യൂട്ട്, ബൈലാറ്ററൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നൊക്കെയാണെന്ന് നോക്കാം. യൂണിലാറ്ററൽ എന്ന് പറയുമ്പം ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, കറണ്ട് ഫ്ലോ ഇൻ ഓൺലി 1 direction. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡയോഡ്, ട്രാൻസിസ്റ്റർ ഒക്കെയാണ് എക്സാമ്പിൾ. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ ബോത്ത് ഡയറക്ഷൻസിലും കറണ്ട് ഫ്ലോ ഉണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. എക്സാമ്പിൾ പഠിച്ചോണം. ഇറിവേഴ്സിബിൾ സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആൻ ഇറിവേഴ്സിബിൾ സർക്യൂട്ട് ഈസ് എ സർക്യൂട്ട് ഹൂസ് ഇൻപുട്ട് കനോട്ട് ബി റീകൺസ്ട്രക്റ്റഡ് ഫ്രം ദി ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റിവേഴ്സിബിൾ ആണെങ്കിൽ എന്താണ്? നമുക്ക് ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ കേസ് അതാണ് ഇറിവേഴ്സിബിളും റിവേഴ്സിബിൾ സർക്യൂട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഈസ്, ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഏതാണ്? ആക്റ്റീവ് ആൻഡ് ബൈലാറ്ററൽ ആണോ, പാസീവ് ആൻഡ് ബൈലാറ്ററൽ ആണോ, ആക്റ്റീവ് ആൻഡ് യൂണിലാറ്ററൽ ആണോ, പാസീവ് ആൻഡ് യൂണിലാറ്ററൽ ആണോ? ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ആക്റ്റീവും ആണ് യൂണിലാറ്ററലും ആണ്. അപ്പോൾ എന്താ, നമുക്ക് ആക്റ്റീവ് എലമെൻറ്റും പാസീവ് എലമെൻ്റ് ഒക്കെ പഠിക്കണം. ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുമ്പം ദ എലമെൻറ്റ്സ് ദാറ്റ് സപ്ലൈ എനർജി ടു ദ സർക്യൂട്ട്. നമ്മുടെ സർക്യൂട്ടിലോട്ട് എനർജി സപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ്സിനെയൊക്കെ നമുക്ക് ആക്റ്റീവ് എന്ന് പറയാം. നമ്മുടെ ബാറ്ററി സർക്യൂട്ട് എന്താണ്? എനർജി സപ്ലൈ ചെയ്യില്ലേ? ബാറ്ററി, വോൾട്ടേജ് സോഴ്സ്, കാരണം ഇതൊക്കെ എന്താണ്? നമ്മൾ എന്താണ് എനർജി കൊടുക്കുകയാണല്ലേ, സർക്യൂട്ടിലോട്ട് എനർജി കൊടുക്കുകയാണ്. അതാണ് ആക്റ്റീവ് എലമെൻറ്റ്. അതുപോലെ പാസീവ് ആണെന്ന് വെച്ചാൽ എന്താണ്? അബ്സോർബ്സ് എനർജി, നമ്മൾ കൊടുക്കുന്ന എനർജി സ്വീകരിക്കുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ വരും. അവർക്ക് എന്ത് വേണ്ട? അവർക്ക് ഡു നോട്ട് നീഡ് ഇലക്ട്രിക്കൽ പവർ ഒന്നും വേണ്ട അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, അത് റിസീവ് അല്ലെങ്കിൽ അബ്സോർബ് എനർജി, നമ്മൾ എനർജി അബ്സോർബ് ചെയ്ത് അതെന്ത് ചെയ്യാൻ? അങ്ങനത്തെ എലമെൻറ്റ്സിനെ നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. എക്സാമ്പിളും പഠിച്ചോണം. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. യൂണിലാറ്റർ എന്ന് പറയുമ്പോൾ കറണ്ട് ഫ്ലോ ഓൺലി 1 directionലായിരിക്കും. എക്സാമ്പിൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ, വോൾട്ടേജ്. ബൈലാറ്റർ എന്ന് പറയുമ്പോൾ ബോത്ത് ഡയറക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആക്റ്റീവും യൂണിലാറ്ററലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് n റെസിസ്റ്റേഴ്സ് വിത്ത് R ohm ഈച്ച് ആസ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദെൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ഈസ്. ഓക്കെ, ഇപ്പോൾ n റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഓരോന്നും 6 ohm റെസിസ്റ്റൻസ് ആണെങ്കിൽ, 6 ohm റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് R/N. ഓക്കെ, ഇതെന്താണ്? ഇത് ഏതായിരുന്ന കണ്ടീഷനാണ്? ഇത് ഓർത്തോണം, പാരലാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടും ചിലപ്പം ചോദിക്കും എന്താണ്? ഇപ്പോൾ ഒരു 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഓരോന്നും 6 ohm ഈച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 6/3 2 ohm കിട്ടും, 2 പാരലൽ കിട്ടും. ഓക്കെ, ഇത് പാരലലിൻ്റെ കേസിൽ. സീരീസ് ആണെങ്കിൽ എന്താണ്? സീരീസ് ആണെങ്കിൽ R/N വരും. അവർ ഓർത്തണം. എത്രയാണോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റു എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്, അത് R/N സീരീസ് കണ്ടീഷൻ. അതും കൂടെ ഓർത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി? ഓം ഇൻവേഴ്സ് മീറ്റർ ആണോ, ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണോ, ഓം ആണോ, ഓം മീറ്റർ ആണോ? എന്തായിരിക്കും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്? ഇറ്റ് ഈസ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ
ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും, ലോ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ നോൺ കണ്ടക്ടർ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു മെഷറാണല്ലോ, നമുക്ക് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഒരു മെറ്റീരിയൽ കൂടി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന കണ്ടക്ടിവിറ്റി. മെറ്റൽസിനാണ് കൂടുതൽ ഹൈ കണ്ടക്ടിവിറ്റി, നോൺ മെറ്റൽസിനാണെങ്കിൽ ലോ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്നാൽ നമുക്ക് സിമ്പിൾ ഇങ്ങനെ സിഗ്മ വെച്ച് ഡിനോട്ട് ചെയ്യാം. സീമൻ പെർ മീറ്റർ വേറൊരു യൂണിറ്റാണ് അതിൻ്റെ, സീമൻ പെർ മീറ്റർ. ഓക്കെ, ഇതും ഒരു യൂണിറ്റാണ്, കണ്ടക്ടിവിറ്റി യൂണിറ്റാണ് സീമൻ പെർ മീറ്റർ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് മീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു ടോപ്പിക് മൊഡ്യൂൾ 2 കുറച്ച് പ്രോബ്ലംസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.